അനുജ വേടനെ കുറിച്ചാണ് പറയാനുള്ളത്. ഏഷ്യൻ ന്യൂസ് ആണെന്ന് തോന്നുന്നു ബ്രേക്ക് ചെയ്തത്. അതായത് ഒരു യുവ ഡോക്ടറെ പീഡിപ്പിച്ചെന്നൊരു പരാതി ആ ഡോക്ടർ തന്നെ രംഗത്ത് വന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുകയാണ് നമ്മൾ. മാധ്യമങ്ങളെല്ലാം തന്നെ വാഴ്ത്തപ്പെട്ടവനായിട്ട് കാണിച്ച വേടൻ വീണ്ടും വീണ്ടും അതിക്രമങ്ങൾ, അതായത് ഇത്തരത്തിൽ പരാതിക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനെയൊക്കെ പലപ്പോഴും എന്താ പറയാനാണ്, അതിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്ത് വേടനാണെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു സമീപനമാണ് മാധ്യമങ്ങളെല്ലാം കണ്ടത്. പക്ഷേ മറ്റുള്ളവർക്കൊരു നീതി, വേടന് മറ്റൊരു നീതി എന്നുള്ള രീതിയല്ല നമ്മൾ സമീപിച്ചിരുന്നത്. അത് ആരാണെങ്കിലും അതിന് മറ്റൊരു പ്രിവിലേജും, അതിപ്പം ഒരു കണക്കിലൊരു പ്രിവിലേജും കൊടുക്കാതെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുകാരനാണെന്ന് വിളിച്ചു പറയുന്ന ഒരു സമീപനമാണ് നമ്മൾ കൈക്കൊണ്ടിട്ടുള്ളത്. അത് തന്നെ ഇപ്പോഴും ആവർത്തിക്കുന്നത്. വേടനൊരു നമ്മളറിയാം, ഗാനലോകത്ത് അദ്ദേഹം സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ്. നല്ല രീതിയിൽ പാട്ടുകൾ അവതരിപ്പിക്കുന്നുണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം വീണ്ടും വീണ്ടും പരാജയപ്പെടുകയാണോ എന്ന് സംശയമുണ്ട്. കഞ്ചാവ് കേസ് വന്നു, അതിനുശേഷം അതിന് മുൻപോ പിന്നെയാണെന്ന് തോന്നുന്നു വേറൊരു യുവതി ഇതുപോലെ സമാനമായ രീതിയിൽ പരാതിയുമായിട്ട് വരുന്നു യൂട്യൂബിലൂടെ. അത് കണ്ടതിന് പ്രചോദനമായിട്ടാണ് ഈ കുട്ടി വന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 2021 തുടങ്ങിയ ഒരു സംഭവമാണ്. 2021, 2022, 2023 കാലഘട്ടത്തിലുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാലം എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. വേടൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയായിട്ടായിരുന്നു ആ കുട്ടി ഇരുന്നത്. പക്ഷേ വേടൻ തിരിച്ചു വന്നില്ല. പലപ്പോഴായിട്ട് അവഗണിച്ചു. പണം പലപ്പോഴായിട്ട് 40,000 രൂപയോളം തൻ്റെ നിന്ന് വാങ്ങി, പക്കൽ നിന്ന് വാങ്ങി. ഇങ്ങനത്തെയുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കുന്ന കാര്യം 2021 അല്ലെങ്കിൽ 22 വിഷയം ഇപ്പോഴാണോ പീഡനമായിട്ട് തോന്നിയതെന്നാണ്. പക്ഷേ നേരത്തെ ആ കുട്ടി അതിനകത്ത് കൃത്യമായിട്ടൊരു വിശദീകരണം, ആ യു ഡോക്ടർ കൃത്യമായിട്ടൊരു വിശദീകരണം നൽകുന്നുണ്ട്. ഇത്രയും കാലം മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിലൂടെ എങ്ങനെ ഇതൊരു പബ്ലിക്കായിട്ട് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും കാലതാമസം എടുത്തു. പിന്നെ പ്രചോദനങ്ങളെല്ലാം ഉൾക്കൊണ്ടാണ് ഇപ്പോൾ പറയുന്നു. അപ്പോൾ നമുക്ക് ഇത് 1-2 എക്സാമ്പിളുകൾ മാത്രമാണ്. ഒരുപാട് പേർ ചിലപ്പോൾ ഇതിന് പിന്നിൽ കാണും, പറയാൻ മടിച്ചവർ കാണും. അത് ആ ഡോക്ടർ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം സുഹൃത്തുക്കളോട് പലതും ഈ കുട്ടിയെക്കുറിച്ച് പറയുന്നു. മറ്റു പെൺകുട്ടികളോടെ സെക്സ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു. മാത്രമല്ല ലൈംഗികമായി വല്ലാത്ത രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന അബോധാവസ്ഥയിൽ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എത്രത്തോളം ഇത് ഈ ഒരു വിഷയം സെൻസിറ്റീവ് ആണ് എന്ന് മനസ്സിലാകേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഇനിയും ഗ്ലോറിഫൈ അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പല മാധ്യമങ്ങളും നമുക്കറിയാം, റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ളവർ തന്നെ വേടനെ ന്യായീകരിച്ച് ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ അഭിമുഖങ്ങൾ അടക്കം എടുത്തു. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ നോക്കിയാൽ എനിക്കൊന്ന് ഏഷ്യനെറ്റ് മാത്രമാണ് സജീവമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ആ സമയത്ത് വേടനെ പാഠ്യ വിഷയമാക്കുമ്പോൾ തന്നെ അതിനെ എല്ലാം ഗ്ലോറിഫൈ ചെയ്ത് സംസാരിച്ചവർ പോലും ഇപ്പോൾ വരുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാംസ്കാരിക നായകരൊന്നും വാ തുറന്നിട്ടില്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് വീണ്ടും ഒരു ന്യൂട്രലൈസ് ചെയ്ത് ഇത് ഒതുങ്ങി പോകുന്ന ഒരു വിഷയമാണോ? നോക്കൂ, ശരത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം 2 തരത്തിലാണല്ലോ ആരോപണം. ഒന്ന്, വേടൻ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. എന്താണ് പീഡനം എന്നത് വലിയൊരു പ്രതിസന്ധി കാര്യമാണ്, ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ സുപ്രീം കോടതി അടക്കമുള്ളത് ചോദിക്കുന്നുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നത് ഒരു ചതിയാണ്. അത് വാഗ്ദാനം നൽകിയത് കൊണ്ട് ഒരു സ്ത്രീ കൺസെന്റ് കൊടുക്കുന്നു. അപ്പോൾ ആ വാഗ്ദാനം എപ്പോൾ ലംഘിക്കുന്നുവോ ആ കൺസെന്റ് എന്ന് പറയുന്നത് ഇല്ലാതെയായിരുന്നു. അതുകൊണ്ടത് പീഡനം എന്ന രീതിയിലാണ് വരുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ ആ വിവാഹ വാഗ്ദാനം നൽകി, അതുകൊണ്ട് തന്നെ ആ കുട്ടി ലൈംഗിക ബന്ധത്തിൽ സംഭവിച്ചു. മാത്രമല്ല ആദ്യം ഇവളെ കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നെന്നും പിന്നീട് വിവാഹം നടത്താം എന്ന് സമ്മതിക്കുകയും തുടർന്നൊരു 2 വർഷത്തോളം ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സാമ്പത്തിക തട്ടിപ്പും പറയുന്നുണ്ട്. വേടനെ സംബന്ധിച്ച് അതൊരു വലിയ തുകയാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഏകദേശം 30,000 രൂപ പണമായും ഏകദേശം ഒരു 10,000 രൂപ എടുത്ത് ട്രെയിൻ ടിക്കറ്റ് ബുക്കിയാനൊക്കെ 40,000 രൂപയുടെ ഒരു സാമ്പത്തിക ഇടപാടിൻ്റെ ഗൂഗിൾ പേ വഴി ട്രാൻസാക്ഷൻ്റെ ഇടപാടുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങോട്ട് കൊടുത്തിട്ടുമുണ്ട്. വേടനെ സംബന്ധിച്ച് ഒരു കൺസേർട്ടിന് ലക്ഷങ്ങൾ മേടിക്കുന്ന വേടനെ സംബന്ധിച്ച് 40,000 രൂപ ഒരു വലിയ തുകയൊന്നുമല്ല. അതുകൊണ്ട് പക്ഷേ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. മാത്രമല്ല ആ കുട്ടി PGക്ക് പഠിക്കുന്ന സമയത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പീഡനം നടക്കുന്നത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നടന്നൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും കൺസെൻറ്റ് ഉണ്ടായിരുന്നു. വിവാഹം കഴിക്കാനുള്ള വാഗ്ദാനമുള്ളത് കൊണ്ട് കൺസെൻറ്റ് നൽകി. അതുകൊണ്ട് ആ വാഗ്ദാനം എപ്പോഴാണോ പിൻവലിച്ചത് അത് പീഡനമായി മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വേടൻ ചെയ്തത് തെറ്റാണ്. പിന്നെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, സാംസ്കാരിക നായകർ എന്ത് പറയുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് ആളുകൾ എന്ത് പറയുന്നു, രാഷ്ട്രീയ പ്രഭുത്വം എന്ത് പറയുന്നു എന്നുള്ളതൊന്നുമല്ല. വേടൻ എന്ന് പറയുന്നത് അയാളുടെ വ്യക്തി ജീവിതത്തിൽ അമ്പേ പരാജയമാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, അയാൾ സ്ത്രീകളുടെ പീഡനത്തെ വാർത്തയൊന്നുമില്ല. കേരളീയ മാഗസിനിലാണ് ആദ്യം ഇപ്പോഴൊന്നുമല്ല, ഇതിനും ഈ പീഡന പരാതി നടക്കുന്നതിന് മുൻപ് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി സ്ത്രീകൾ വേടൻ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിരൺദാസ് മുരളി, അന്ന് വേടൻ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഒന്നുമില്ല. റാപ്പർ ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന കാലഘട്ടം മുതൽ സ്ത്രീകൾ ഇയാളെക്കുറിച്ച് പരാതി പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി എന്തിനാണ് ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത്, ഒരുത്തൻ വിളിച്ചാൽ ഉടനെ പോകുന്നത് എന്നൊരു ചോദ്യം കമന്റ് ബോക്സ് ഞാൻ ധാരാളമായി കാണുന്നുണ്ട്. നോക്കൂ, അതൊക്കെ ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്ന 2 വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തീർത്തും ഈ നാട്ടിൽ ലീഗലാണ്. പക്ഷേ എന്തെങ്കിലും തരത്തിൽ വാഗ്ദാനം നൽകിയാണ്
ഉഭയസമ്മതപ്രകാരം അന്ന് ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് ആ വാഗ്ദാനം പിൻവലിക്കുകയും ചെയ്യുമ്പോൾ അത് പീഡനമാകും. മാത്രമല്ല ഇതിൽ ആ പെൺകുട്ടി കടന്നു പോകുന്ന കുറച്ച് ട്രോമാസ് ഉണ്ട്. താൻ എത്രത്തോളം അബ്യൂസ് ചെയ്യപ്പെടുന്നു, തന്നെ അയാൾ ഫിനാൻഷ്യലി ഉപയോഗിച്ചില്ലേ, തന്നെ ദുരുപയോഗം ചെയ്തില്ലേ എന്നുള്ളൊരു വേദന, ഒരു മാനസികമായ പിരിമുറുക്കം, അത് ആ കുട്ടി കടന്നുപോയ മാനസിക അസ്വസ്ഥതകളുമുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തുള്ള ബിംബങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ചരിത്രത്തിൽ മുഴുവൻ പരിശോധിച്ച് നോക്കിക്കോളൂ. നമ്മൾ വലിയ രീതിയിൽ കൊണ്ടുവച്ചിട്ടുള്ള പല ബിംബങ്ങളും, ഞാനല്ല പൊതുസമൂഹം കൊണ്ടുവച്ചിട്ടുള്ള പല ബിംബങ്ങളും പല കാലഘട്ടങ്ങളിലും അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കുമ്പോൾ ഇതുപോലെ പൊളിഞ്ഞു വീഴുക. പക്ഷേ നോക്കൂ ശരത്, നാളെ വേടന്റെ കൺസെർട്ട് വെച്ചാലും വിളിക്കുന്ന തെറിയ ഏറ്റി വിളിക്കാനുള്ള ആളുകൾ അവിടെ വരുന്നത് പ്രൊമോഷന്റെ രീതിയിലായിരിക്കും അവർ കാണുന്നത്. മനസ്സിലാക്കേണ്ടത് അതല്ല, വേടൻ ഇനി ഇറക്കാൻ പോകുന്ന എന്താണ്? ജാതിക്കാർഡായിരിക്കും. അതായത് ജാതി പറയരുത് അല്ലെങ്കിൽ ജാതി ഈ നാട്ടിൽ നിന്ന് പോണെന്ന് പറഞ്ഞ വേടൻ ആദ്യം എടുക്കാൻ പോകുന്നത് SC/ST അട്രോസിറ്റി ആക്ട് എടുത്ത് വെച്ചിട്ടായിരിക്കും ഇയാൾ സംസാരിക്കാൻ പോകുന്നത്. അതിനെക്കാടൊന്നും ആലോചിച്ചോ, ജാതിക്കാരനൊക്കെ മേളിലാണ് സ്ത്രീകളെ ബഹുമാനം അല്ലെങ്കിൽ സ്ത്രീകളുടെ അവരുടെ ഒരു അപ്രോച്ച് കൂടെ മനസ്സിലാക്കേണ്ടത്. ഇയാൾ ചെയ്ത എല്ലാ രീതിയും നമ്മൾ കാടത്തമായിട്ടുള്ള രീതിയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല വേടൻ വളർന്നു വരുന്ന സമയം, എനിക്കത് 2021 കാലഘട്ടത്തിൽ ആ സമയത്തൊക്കെ തന്നെ അന്ന് ഇത്രയും ഫേമസ് അല്ലായിരിക്കാം. അന്ന് ഒരുവിധം കയറി വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. സ്വാഭാവികമായിട്ടും വേടൻ വളർന്നു, ഒപ്പം തന്നെ ചുറ്റുമുള്ളവർ വളർന്നു, ഒരുപാട് ആരാധക പരിവാരങ്ങളായി. അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഒരു അവോയ്ഡ് ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് ആ കുട്ടി അവോയ്ഡ് ചെയ്യുമ്പോൾ ആ യുവ ഡോക്ടർ അവോയ്ഡ് ചെയ്യുമ്പോൾ അതായത് ഇവിടെ വേറൊരു കൺസേൺ ഉണ്ട്. അതായത് ഇപ്പൊ ഒരു ബന്ധം ഇങ്ങനെ തുടർന്നു പോകുന്നു, ഈവൻ വിവാഹം കഴിഞ്ഞവർ പോലും വിവാഹമോചനം നേടുന്നില്ലേ? അപ്പൊ അന്ന് ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞു, 2-3 വർഷം തുടർന്ന് അവർ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം, അവർ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നു. മടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ബന്ധം തുടരുന്നത് തനിക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ വേടനല്ല ആർക്കായാലും അത് ഷെയ്ക്കാൻ്റെ കൊടുത്ത് പരസ്പര സമ്മതത്തോടെ ഇറങ്ങിപ്പോകാമല്ലോ. ഇവിടെ ചീറ്റിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഫോൺ പലപ്പോഴായിട്ട് വിളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പുള്ളൊക്കെ എടുക്കാം. ഞാൻ അതാണ് പറഞ്ഞത്. അതായത് ഈ സമയങ്ങളിൽ വേടൻ നമ്മൾ ആ ഒരു ഹിരൺദാസ് മുരളിയിൽ നിന്ന് വേടനിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നു. അതിനുശേഷം പഴയതൊക്കെ മറക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ ഒരു മാനസിക നില തന്നെയായിരിക്കും ആ കുട്ടി യുവ ഡോക്ടർക്ക് ഉണ്ടായിരുന്നത്. അത് തന്നെ ആയിരിക്കാം ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഒരു പരാതി പറയാൻ കാരണം. ആ ഒരു സമയത്ത് പ്രായം ഒരു ഘടകം തന്നെയായിരിക്കാം. അന്ന് ചെയ്തതെല്ലാം ഇതായിരുന്നു എന്ന് നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും. അന്ന് ചെയ്തിരുന്നതെല്ലാം എന്തൊക്കെ തെറ്റുകളായിരുന്നു. അതൊക്കെ ഞാൻ പറയുന്നത് സ്ത്രീകളോടാണ്. നിങ്ങൾ ട്രോമറ്റൈസ്ഡ് ആണുങ്ങളെ പോലെയല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് ഏതെങ്കിലും ഒരാളോട് ഫിസിക്കലി ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അവർ ഇമോഷണലി കൂടിയാണ് ഇൻവോൾവ് ആകുക. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി ഒരു പക്വതയോട് കൂടി ഇത്തരം വിഷയങ്ങളൊക്കെ സമീപിച്ച്, കാര്യം ഒരാളിത് നിസ്സാരമായി പിണങ്ങിയാൽ പോലും വളരെയധികം ട്രോമറ്റൈസ്ഡ് ആവുക, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ ആകെ തകർത്ത് കളയും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ പാട്ടും അവരുടെ പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് മനസ്സിലാക്കുക. വിളിച്ചാൽ ഉടനെ പോകുന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അയാൾ എന്തോ വലിയ ബിംബമാണ്, ഇത്തരത്തിലുള്ള ബിംബങ്ങളുടെ പുറകെ പോകാതിരിക്കുക. മാത്രമല്ല ജാതിക്കാർഡ് ഇറക്കി ഇനിയിപ്പോൾ വേടനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ വരും. അത് ഇറങ്ങാൻ പോകുന്നതേ ഉള്ളവർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവർ പൂർത്തീകരിച്ച ഉടനവരെല്ലാം ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തോളും. എന്തായാലും വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ഇപ്പോൾ എന്താണ് യഥാർത്ഥ കുപ്പായം എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്തേക്ക്, അത് അയാൾ പറയുന്നത് വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയാലും, അയാൾ പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് താല്പര്യമില്ല, ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും അയാളുടെ നിലപാടുകളൊക്കെ ആണെങ്കിലും ആ നിലപാടുകളെ അംഗീകരിക്കുക. വ്യക്തി ജീവിതത്തിൽ അയാൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിന് കൊടുത്ത അഭിമുഖത്തിലൊക്കെ പറഞ്ഞു, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്, അതിൽ ഞാൻ മോചനം നേടുന്നേ ഉള്ളൂ. അപ്പോൾ അയാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ പരാജയമെന്ന് അയാൾ തന്നെ അംഗീകരിക്കുന്ന സ്ഥിതിക്ക് ദയവ് ചെയ്തത് ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു ഓറയിൽ നിങ്ങൾ പോയി വീഴാതിരിക്കുക. എന്തായാലും വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടാൻ. ജാതിക്കാർഡ് എടുത്തു വെച്ച് സമൂഹത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ ജാതിയുടെ മേലുള്ള പ്രിവിലേജ് വെച്ച് അതുകൊണ്ട് ഇറങ്ങി പോരാൻ പറ്റത്തില്ല. ഇനി എന്താ പറയുക, കൾച്ചറൽ ക്യാപിറ്റലിസം എന്നും ജാതി പ്രിവിലേജസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നമുക്ക് മനസ്സിലാത്ത കുറെ ടേണിൽ കുറെ ആളുകളൊക്കെ ഇനി ഇറങ്ങി വരും. അത്തരം ഒരാളെ ഇങ്ങനെ പറയുമ്പോൾ ആ പറഞ്ഞ ആള് കുറ്റക്കാരാവുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതെല്ലാം വിഷമകരമായിട്ടുള്ള സംഭവമാണ്. അതായത് ഇപ്പോൾ മറ്റൊരു ആളാണെങ്കിൽ, ഇപ്പോൾ വേടന് പകരം മറ്റൊരാൾ ആരാ ആയിക്കോട്ടെ, മലയാള സിനിമയിലെ പ്രബുദ്ധരാരെങ്കിലും ആയാൽ പോലും ഇപ്പോൾ ഉണ്ടാകുന്നൊരു ഇമ്പാക്ട് ഇതൊന്നും ആയിരിക്കില്ല ഈ വാർത്താ ചാനലുകളിൽ. അപ്പം അതാണ് വ്യത്യാസം വരുന്നത്. അവിടെ പറയാൻ പരിമിതികളുണ്ട്. അതായത് മാധ്യമങ്ങൾക്കടക്കം പറയാൻ പരിമിതികളാണോ ഭയമാണോ എന്നൊന്നും അറിയില്ല. അതൊക്കെ മാറ്റി നിർത്തുക. നമ്മളിത് കോമണൈസ് ചെയ്യുക. ഇത് കുറച്ചുകൂടെ അതാണ് ഈ ഒരു വിഷയം ചെയ്യേണ്ടത്. വേടനായതുകൊണ്ടോ അല്ലെങ്കിൽ വിനായകനായതുകൊണ്ടോ നമ്മളൊന്നും പറയേണ്ട എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അവർക്ക് ഇതൊക്കെ ഒരു ഊർജ്ജമായി മാറിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാവരിടത്തും എടുക്കുന്ന സമീപനം തന്നെയാണ് വേടൻ എടുക്കുന്നത്. നമ്മളും അത് തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ ഇതിനകത്ത് വേടന്റെ നിറമോ ജാതിയമോ ഒന്നുമല്ല പറയുന്നത്. അതിനകത്ത് വേടനായാലും ആരായാലും ശരി തന്നെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ അത് തന്നെ പറയും. ഇപ്പോൾ ഒരു പെൺകുട്ടി കേൾക്കുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമാണ്, അതുപോലെ തന്നെ മറ്റൊരാൾ ഇതുപോലെ പറയുമ്പോഴും നമ്മൾ ഇത് തന്നെയാണ് എടുക്കുന്ന സ്റ്റാൻഡ് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി
പക്വമായ രീതിയിൽ ഇനിയിപ്പം എനിക്കൊന്ന് പാഠ്യ വിഷയങ്ങളിലൊക്കെ ഇനി വേടൻ ഇതും കൂടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കാരണം എങ്ങനെയൊക്കെ വേടനാകാതിരിക്കാന്നുള്ള കാര്യങ്ങൾ കൂടി പഠിപ്പിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നുണ്ട്.